അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 10 ഒരു സീസ് ഫയർ ഗസയിൽ രൂപപ്പെട്ടു. ഇസ്രായേലും ഹമാസും ഒരു ഡീലിൽ ഏർപ്പെടുകയും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന സന്ധിയിലേക്ക് എത്തുകയും ചെയ്തു. ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സീസ് ഫയർ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും ഗസയിൽ 250ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടു. വംശീയ ഉന്മൂലനം എന്ന് പറയുന്ന ആ പ്ലാൻ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല. സമാധാനത്തിൻ്റെ നൊബൽ കൊതിച്ചുകൊണ്ട് സീസ് ഫയറിന് നേതൃത്വം നൽകിയ ട്രംപിന് യാതൊരു ആത്മാർത്ഥതയും ഈ വിഷയത്തിലില്ല. സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ തലോടുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് തുർക്കിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു നീക്കം നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിനെ ഇസ്തംബൂളിലേക്ക് ക്ഷണിക്കുകയും മിനിസ്റ്റേഴ്സ് എല്ലാം ഒന്നിച്ചു ചേർന്ന് ഗസയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും പുതിയ ചില നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഡീലിന് നേതൃത്വം നൽകി ചർച്ച നടത്തിയ രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിനെയാണ് തുർക്കി ക്ഷണിച്ചിരിക്കുന്നത്. തുർക്കി, ജോർദാൻ, UAE, ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ ഈ 7 രാജ്യങ്ങളിലെ ഫോറിൻ മിനിസ്റ്റേഴ്സും ഡിപ്ലോമാറ്റുകളുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തുർക്കി ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫൈദാൻ നടത്തിയ പ്രസ് മീറ്റിൽ ഊന്നിപ്പറഞ്ഞ ചില കാര്യങ്ങളിതാണ്. സീസ് ഫയർ നിലവിൽ വന്ന ശേഷവും 250ഓളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. ഇത് ഗൗരവമേറിയ കാര്യമാണ്. ഓരോ കാരണങ്ങൾ കണ്ടെത്തി വ്യവസ്ഥ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇത് അനുവദിക്കാൻ കഴിയില്ല. മാനുഷിക സഹായങ്ങൾ ഗസയിൽ തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഭക്ഷ്യവസ്തുക്കളുമായുള്ള ട്രക്കുകളുടെ യാത്ര ഇപ്പോഴും തടസ്സപ്പെടുകയാണ്. അത് അന്താരാഷ്ട്ര സമൂഹം കാണണം. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത്, ഗസയിൽ സുസ്ഥിരമായ ഒരു ഭരണമുണ്ടാകണം. പലസ്തീൻ പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വരേണ്ടത്. അഡ്മിനിസ്ട്രേഷന് ആവശ്യമായ പിന്തുണ അന്താരാഷ്ട്ര സമൂഹം നൽകണം. ഒരു സസ്റ്റൈനബിളായ ഗസ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ മുഴുവൻ സഹായങ്ങളും തുർക്കി നൽകുന്നതാണ്. ഇതാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ. ഫലസ്തീനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, അത് നിലനിർത്താൻ, അവശേഷിക്കുന്ന മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടിയുള്ള തുർക്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മൂവ്മെൻറ്റിൽ വലിയ പ്രതീക്ഷയുണ്ട്. തുർക്കി നമുക്കറിയുന്നത് പോലെ നാറ്റോ അംഗത്വമുള്ള രാജ്യമാണ്. തുർക്കിക്ക് ചില കാര്യങ്ങൾ മേഖലയിൽ ചെയ്യാൻ കഴിയും എന്ന് ഇസ്രായേലിനറിയാം, നെതന്യാഹുവിനറിയാം. തുർക്കിയുടെ ഒരു സാന്നിധ്യവും ഗസയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. താല്പര്യം വളരെ വ്യക്തമാണ്. യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾക്ക് തീർച്ചയായും ഒരു തിരിച്ചടി നൽകാൻ തുർക്കിക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. ഫലസ്തീനിൽ സമാധാനമുണ്ടാവട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.